പ്രതീക്ഷിക്കാം? നമുക്ക് അരുണിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. അരുണ്, ഇവിടെ 28 വർഷമായി, കഴിഞ്ഞ 28 വർഷമായി LDF കൈവശം വെച്ചിരിക്കുന്ന ചേലക്കര എന്നൊരു പതിവുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഇടതുമുന്നണി ഞങ്ങളുടെ കോട്ടയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലം അല്ലെ? അവിടെയാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് നിങ്ങൾ അങ്ങനെ അതിനെ ചെറുതായി കാണണ്ട, കാരണം 6 തവണ UDF കൂടി ജയിച്ച ഒരു സ്വഭാവമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ്, ആ ജനകീയനായ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും LDFന് അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് ചേലക്കരയെ ഇടത് കോട്ടയാക്കിയത്. പക്ഷെ രാധാകൃഷ്ണന്റെ അസാന്നിധ്യമായിരുന്നു ഇത്തവണ കുറച്ചുകൂടി വാർത്തയായെന്ന് തോന്നുന്നു അല്ലെ? അതെങ്ങനെ പാച്ചപ്പ് ചെയ്ത് എടുത്തു അരുൺ എന്നുള്ളതാണ്. യെസ് അരുണ്, ഒരു കാര്യം കൂടി അരുണ്, ഈ പോളിംഗ് ശതമാനത്തിന്റെ വർധനവിൽ ഇടതുമുന്നണി വെക്കാൻ പോകുന്ന പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും? പോളിംഗ് ശതമാനം ഉയരുന്നത് നേട്ടമാകുമെന്നാണോ, അതോ തങ്ങളുടെ പോളിംഗ് ശതമാനം ഏത് രീതിപ്പെടുത്താനും തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും എന്ന പതിവ് ചിന്തയിലായിരിക്കുമോ ഇത്തവണ ഇടതുമുന്നണിയുടെ ചേലക്കരയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും അരുൺ? സഹിത രഞ്ജിത്ത്, ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ രാധാകൃഷ്ണൻ മാറുമ്പോൾ പകരം വന്ന സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം CPM-ന് വർദ്ധിപ്പിക്കുന്ന ഘടകം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ചോദിച്ചതുപോലെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങി. ഈ പാമ്പാടി സ്കൂളിലും വളരെ ചുരുങ്ങിയ നമ്പറാണെങ്കിൽ പോലും എല്ലാ ബൂത്തുകളിലും ആളുകൾ വോട്ട് ചെയ്യാൻ അതിരാവിലെ തന്നെ എത്തി തുടങ്ങി. അതുകൊണ്ട് പോളിംഗ് ശതമാനമൊക്കെ എങ്ങനെ പോകുമെന്ന് ഒരുപക്ഷെ രാവിലത്തെ ഒരു തിരക്കാകാം, രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമമാകാം. അതുകൊണ്ടാകാം ആളുകൾ ഇങ്ങനെ എത്തുന്നത്. ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ വോട്ട് ചെയ്യാൻ വരുമോ? എങ്ങനെയാണ് രാവിലെ വരുമോ? നേരത്തെ വോട്ട് ചെയ്തിട്ട് പോവാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണോ? നേരത്തെ വോട്ട് ചെയ്തിട്ട് പോകും. അതാണ് രാവിലെ തന്നെ എത്രത്തോളം രാവിലെ വോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വരുന്നതിൽ വിഷമമുണ്ടായി? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ കാലത്ത് നേരത്തെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും. വീട്ടിൽ ജോലി വരെ ജോലിക്കും പോകും. അതിനാണ് ഈ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വോട്ട് ചെയ്തിട്ട് പോകുന്നതിനുള്ള ശ്രമമാണത്. അതിനാണ് ഈ രാവിലെ ആളുകൾ ഇവിടേക്ക് വരുന്നത്. ഏതായാലും ചേലക്കരയെ പറ്റി പറയുമ്പോൾ കെ രാധാകൃഷ്ണൻ ഏറ്റവും ജനകീയ നേതാവായിരുന്നൊരു തർക്കമില്ല. കെ രാധാകൃഷ്ണൻ ചേലക്കരയുടെ 96 വന്ന ശേഷം അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ചേലക്കരയുടെ ഒരു മുഖമായി തന്നെ നിന്ന നേതാവാണ്. പക്ഷേ കെ രാധാകൃഷ്ണൻ മാറുമ്പോൾ പകരം ഇടതുമുന്നണി കൊണ്ടുവന്ന സ്ഥാനാർത്ഥി, അതും കെ രാധാകൃഷ്ണന് തുല്യമോ ഒരുപക്ഷെ അതിനു മുകളിലോ ജനകീയൻ എന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾ നടത്തുന്നത്. അങ്ങനെ അഭിപ്രായ പ്രകടനമാണ് CPM കേന്ദ്രങ്ങൾ നടത്തുന്നത്. 2016 മുതൽ 5 വർഷം MLA ആയിരുന്ന ആളാണ്, വളരെയധികം ജനകീയനായ നേതാവ്. അതുതന്നെയാണ് CPM-ന്റെ ഇടതുമുന്നണി ഏറ്റവും പ്രതീക്ഷകളുടെ അടിസ്ഥാനവും ഈ ഘട്ടത്തിൽ. കൃത്യമായി തന്നെ വോട്ടുകൾ, ഇടതുമുന്നണി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അത് എത്തിക്കാൻ സ്വാധീനമുള്ള ജനകീയതയുള്ള നേതാവായാണ് UR പ്രദീപിനെയും ഇടതുമുന്നണി കാണുന്നത്. വികസനത്തിന്റെ കാര്യത്തിലും ഈ UR പ്രദീപിന്റെ 5 വർഷം വളരെ മികച്ചതായിരുന്നുവെന്ന ഒരു അവകാശവാദം CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും ഇക്കാര്യത്തിൽ വേണ്ട എന്നാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ഈ മണ്ഡലത്തിന്റെ ഒരു പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ 96-ന് മുൻപുള്ള കാലത്ത് കോൺഗ്രസിനും കെ മുരളീധരനൊക്കെ അവകാശപ്പെട്ടതുപോലെ കോൺഗ്രസിനും അവരുടെ കോട്ട എന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇത്തവണ കൂടുതൽ പോരാട്ടമുള്ളതാക്കി മാറ്റുന്നത്. കൂടുതൽ ശക്തിയുള്ള അല്ലെങ്കിൽ കൂടുതൽ തീവ്രമായ പോരാട്ടം ഉണ്ടാകുമെന്ന സൂചന. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. അത് രാവിലെ തന്നെ 96-ൽ കെ രാധാകൃഷ്ണൻ വന്നു. അതിനു മുമ്പ് 65 മുതൽ കോൺഗ്രസ്, 65-ലൊക്കെ കോൺഗ്രസ് ആണ് ആദ്യമായി ഇവിടെ വിജയിച്ചു വന്നത്. പിന്നീട് മാറി മാറി LDF-ഉം UDF-ഉം ഇവിടെ വിജയിച്ചു. 96-ന് ശേഷമാണ് ചേലക്കര പുതിയൊരു ചിത്രത്തിലേക്ക് മാറുന്നത്. ഏതായാലും ഇത്തവണ ഈ വോട്ടിംഗ് ശതമാനമൊക്കെ പരമാവധി ഉയർത്താൻ, ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ കാലത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM-ന് പ്രത്യേക പ്രചരണ രീതിയുണ്ട്. ഓരോ വോട്ടും അവർക്ക് പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിലേക്ക്, പ്രവർത്തന രീതിയിലേക്ക് കോൺഗ്രസ് കൂടി വന്നു എന്നുള്ളതാണ് ചേലക്കര ഇത്തവണ വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ച 9,000 10,000-നടുത്ത് പുതിയ വോട്ടുകൾ, അത് ഭൂരിഭാഗവും തങ്ങൾ ചേർത്താണ് കോൺഗ്രസ് അവകാശപ്പെടുന്നു. BJP വലിയ രീതിയിലൂടെ വോട്ട് ചേർക്കാൻ ശ്രമം നടത്തിയിരുന്നു. CPM-ഉം തങ്ങളുടെ വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ 10,000-ന്റെ അവകാശികൾ ആര് എന്ന് കൃത്യമല്ലെങ്കിൽ പോലും ഏതായാലും 3 മുന്നണികളും അതിന്റെ അവകാശവാദവുമായി രംഗത്തുണ്ട്. ഈ 10,000 വോട്ടുകൾ എല്ലാവർക്കും പ്രതീക്ഷയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,000-ഓളം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ചേലക്കര
കെ രാധാകൃഷ്ണൻ നൽകിയത്. അത് UDF-ന്റെ പ്രതീക്ഷകൾക്ക് ഏറ്റവും അധികം സഹായമാകുന്നവർ വലിയ രീതിയിൽ ചേലക്കരയെ പ്രതീക്ഷിക്കാനുള്ള കാരണം അത് തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് മറ്റൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നാണ് CPI കേന്ദ്രങ്ങൾ പറയുന്നത്. അതും ഇതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. 54% വോട്ട് 2021 പൊതു തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ നേടി. അതായത് BJP-യും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ പോലും ലഭിക്കാവുന്നതിന് കൂടുതൽ വോട്ട് കെ രാധാകൃഷ്ണൻ ലഭിച്ചു. അത് ആ ഒരു കണക്കിലേക്ക് ഇത്തവണയും കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ 5000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇവിടെ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന ഒരു അവകാശവാദമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. BJP-യും ഇവിടുത്തെ വളരെ ജനകീയനായ ഒരു പ്രാദേശിക നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് അവരും ശക്തമായ പോരാട്ട രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചേലക്കരയുടെ ഫലം ഈ ഘട്ടത്തിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോളിംഗ് ശതമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 മുന്നണികളും തങ്ങളുടെ വോട്ടർമാരെ, തങ്ങൾക്ക് ഉറപ്പുള്ള വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ അതിരാവിലെ ശ്രമം തുടങ്ങും. പ്രത്യേകിച്ചും ഇന്നലെയും നമുക്കെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ, അത് ഈ PV അൻവറിന്റെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും പണം പിടിച്ച കാര്യമായാലും, കള്ളപ്പണമെന്ന് പറയാൻ കഴിയില്ല, പണം പിടിച്ച കാര്യമായാലും ഒക്കെ അതും ഈ വോട്ടെടുപ്പിനെയൊക്കെ ബാധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ നേരത്തെ എത്തി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പലയിടത്തും കണ്ടത് അങ്ങനെയാണ്. അതിരാവിലെ വലിയ രീതിയിലുള്ള തിരക്ക്, പിന്നീട് ക്രമേണ അരുണ്, ഈ ചേലക്കരയുടെ ഒരു പൊതു പ്രത്യേകത ഗ്രാമീണ മേഖലകൾ കൂടുതലായി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്.